ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ടിപ്പുമായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചക്കയുടെയൊക്കെ സീസണാണല്ലോ. ഈ ചക്ക സീസണിൽ ചക്കക്കുരു നമ്മുടെ എല്ലാ വീടുകളിലും ഉള്ളതാണ്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടമാണ് ചക്കക്കുരു മെഴുക്കുവരട്ടി വെച്ചൊക്കെ കഴിക്കാൻ. പക്ഷേങ്കിൽ ചക്കക്കുരുവിൻ്റെ തൊലി എടുത്ത് കളയാനാണ് എല്ലാവർക്കും പാട്. അത് വളരെ ബുദ്ധിമുട്ടൊരു കാര്യമാണ് ചക്കക്കുരുവിന് തൊലി കളയുക എന്ന് പറയുന്നത്. കുത്തിയിരുന്ന് മെനക്കെട്ട് ഇരുന്ന് പണ്ടത്തെ അമ്മമാരൊക്കെ ചിരണ്ടി കളയുന്നത് ഇന്ന് ആർക്കും അത് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ നല്ലൊരു ടിപ്പാണ് അതിനു വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെ എത്ര എളുപ്പത്തിൽ ഈ ചക്കക്കുരുവിൻ്റെ തൊലി കളയാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇഡ്ഡലി പാത്രം എടുക്കുക. അതിനകത്തിൽ വെള്ളം ഒഴിച്ച് തട്ട് വെച്ചിട്ട് ആ തട്ടിലോട്ട് നമുക്ക് ആവശ്യമുള്ള ചക്കക്കുരു കഴുകി അതിനകത്ത് ഇട്ട് 10 മിനിറ്റോളം നമ്മൾ ആവിയിൽ ഈ ചക്കക്കുരു പുഴുങ്ങിയെടുക്കണം. ഇത് നമ്മളിപ്പോൾ 10 മിനിറ്റോളം ആവിയിൽ പുഴുങ്ങിയെടുത്തതാണ്. ഇത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വെന്തും കിട്ടും നമുക്കിത്. ആ തൊലിയൊക്കെ ഇതിൻ്റെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ആവിയിൽ പുഴുങ്ങി കഴിയുമ്പോഴത്തേക്ക് തൊലിയൊക്കെ ഇങ്ങനെ വിട്ട് വരും. ഇത് ആറിയ ശേഷം നമുക്ക് പിന്നെ മെഴുക്കുവരട്ടിക്കോ ഉപ്പേരിക്കോ എന്തിനു വേണ്ടിയിട്ടാണോ എടുക്കുന്നത്, കറിക്കെടുക്കാനായിട്ട് നമ്മളത് പിന്നെ അരിഞ്ഞങ്ങ് എടുത്താൽ മതി. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അത് മുറിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ തൊലി നന്നായിട്ട് ഇളകി വരും. ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് നമ്മൾ മെഴുക്കുവരട്ടിക്ക് എടുക്കുന്നത് പോലെ ഇരുന്ന് മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ തൊലി ഇങ്ങനെ വേഗം ഇളകി വരും. വളരെ ഇതുകൊണ്ടുള്ളൊരു പ്രയോജനം എന്ന് വെച്ചാൽ ഇത് നമ്മൾ പിന്നെ ആവിയിൽ പുഴുങ്ങി കഴിയുമ്പോഴും ജസ്റ്റ് വെന്തും കിട്ടും. അതുമാത്രമല്ല, നമ്മളിപ്പോൾ മെഴുക്കുവരട്ടിയൊക്കെ വെക്കാനായിട്ട് എടുക്കുമ്പം ഉപ്പും മഞ്ഞളും അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് ജസ്റ്റ് പുരട്ടി എണ്ണ ഒഴിച്ച് എണ്ണയ്ക്കകത്തോട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇനി ചക്കക്കുരു വെറുതെ കളയാതെ ഇതുപോലെ ഒന്ന് ആവിയിൽ പുഴുങ്ങിയിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചക്കക്കുരു തൊലി കളയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ടിപ്പുകൾ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അത് പ്രയോജനമാകുമല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.